നമുക്ക് ഈ ആക്ടിവിറ്റിയിൽ എങ്ങനെയാണ് ഒരു ഓർഡർ എടുക്കുന്നത് നോക്കാം. നമ്മൾ ഓപ്പൺ ചെയ്ത് നേരെ ഈ ആക്ടിവിറ്റി ഓപ്പൺ ചെയ്യണം. ഈ ആക്ടിവിറ്റി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ജേണി എന്ന് പറയുന്നത് പ്രൊസീഡ് കൊടുക്കുക. ന്യൂ ജേണി ടിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കാം. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും. വൺസ് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് OTP ട്രിഗർ ചെയ്യണം. അല്ലാതെ പ്രൊസീഡ് വിത്തൗട്ട് ഡീറ്റെയിൽസ്, കസ്റ്റമറെ OTP കൊടുക്കാതെ താഴെ കാണിക്കും, അങ്ങനെ വേണേൽ ചെയ്യാം. ഒരു കസ്റ്റമർ ലൊക്കേഷനിൽ പോയിട്ട് നമുക്ക് ഫീസിബിലിറ്റി ചെക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് പ്രൊസീഡ് വിത്തൗട്ട് ഡീറ്റെയിൽസ് ആണ്. കറക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് കസ്റ്റമർ OTP എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ കസ്റ്റമർ OTP എടുക്കാൻ പോവുകയാണ്. ജസ്റ്റ് ബോക്സ് ടിക്ക് ചെയ്തിട്ട് നമുക്ക് സെൻഡ് OTP കൊടുക്കാം. അപ്പോൾ OTP കസ്റ്റമർ മൊബൈലിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ആ OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മീൻസ് OTP പോയി കഴിഞ്ഞാൽ നമുക്ക് താഴെ ഈ മേലെ കാണുന്നത് എയർടെൽ ബ്ലാക്ക് ഫിക്സഡ് പ്ലാൻ വെച്ചാൽ ബ്രോഡ്ബാൻഡിൻ്റെ പ്ലാനാണ്, അത് എടുക്കാൻ പാടില്ല. പകരം ചെക്ക് ഫീസിബിലിറ്റി ഫോർ വൈഫൈ അപ് ടു 100 Mbps ബണ്ടിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ നമ്മളെ ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ പറയും. ഐ ആം അറ്റ് മൈ ലൊക്കേഷൻ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ കറണ്ട് ലൊക്കേഷൻ എന്താ പറയുക ബൈ ഡിഫോൾട്ട് മാപ്പ് ആയിക്കോളും. അത് കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ എയർടെൽ MSC കാലിക്ക് ഞാൻ ഓഫീസ് ലൊക്കേഷൻ ആയതുകൊണ്ട് സെയിം ലൊക്കേഷനാണ് കാണിക്കുന്നത്. ഇതൊരു ടെസ്റ്റ് ഓർഡർ ആണ്, കസ്റ്റമർ ഓർഡർ അല്ല. അപ്പം ഞാൻ ജസ്റ്റ് ഈ ലൊക്കേഷൻ കൊടുക്കുകയാണ്, കൺഫേം ലൊക്കേഷൻ കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ താഴെ വൈഫൈ അപ് ടു 1 Gbps ഫീസിബിൾ, വൈഫൈ അപ് ടു 100 Mbps ഫീസിബിൾ. ഇവിടെ രണ്ടും ഫീസിബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ എയർ ഫൈബർ ആണ് ബുക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് അഡ്രസ്സ് കൊടുക്കാം. അഡ്രസ്സ് കൊടുത്തു, ഞാൻ ലാൻഡ്മാർക്ക് നിയർ ഇംഗ്ലീഷ് ചർച്ച് എന്ന് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സ്ക്രീനിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യും. അതിനുശേഷം ഈ മേലെ കാണുന്ന പ്ലാൻ സെലക്ട് ചെയ്യരുത്. താഴെ നമുക്ക് 2 പ്ലാനാണ് വൈഫൈക്ക് ഉള്ളത്. ഏതെല്ലാം 599 899 എയർ ഫൈബറിന്. അത് നമ്മൾ 899 ജസ്റ്റ് സെലക്ട് ചെയ്യും. ഇവിടെ 899 599 കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ 899 കൊടുത്തിട്ട് പ്രൊസീഡ് ചെയ്യണം. അപ്പം എന്താണോ നമ്മൾ സെലക്ട് ചെയ്ത് അത് ആഡ് ടു കാർട്ട് എന്ന് കാണിക്കും. നമുക്ക് ആഡ് ടു കാർട്ട് കൊടുക്കാം. അതിൻ്റെ താഴെയുള്ള വ്യൂ കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കസ്റ്റമർ പേര് കൊടുക്കാൻ പറ്റും. ഞാൻ എൻ്റെ പേര് തന്നെ കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ എൻ്റെ പേര് കൊടുത്തു. അതിനുശേഷം ഞാൻ ഓക്കെ കൊടുക്കുന്ന സമയത്ത് ഫോൺ നമ്പർ അവിടെ വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ മെയിൽ ID കൊടുക്കണം. ഞാൻ എൻ്റെ മെയിൽ ID കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കറക്റ്റായിട്ടുള്ള മെയിൽ ID കൊടുക്കാൻ നോക്കുക, കാരണം ഇതിലേക്കാണ് കസ്റ്റമർക്ക് പിന്നെ ബില്ലും പേയ്മെൻറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് പ്രൊസീഡ് കൊടുക്കാം. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണോ നമ്മൾ സെലക്ട് ചെയ്ത ആ കാര്യങ്ങൾ അവിടെ കാണിക്കും. 899 പ്ലാനാണ്, അത് കാണിക്കും. അതിനുശേഷം നമുക്ക് പ്രൊസീഡ് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ അടുത്ത സ്ക്രീനിലേക്ക് ഇത് റീഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ 6 കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് കാര്യം നോക്കുക, ചൂസ് ന്യൂ ഓർ എക്സിസ്റ്റിംഗ് കണക്ഷൻ ആൻഡ് ടോപ്പ് അപ്പ് ബൂസ്റ്റർ ആഡ് ഓൺ DTH ബോക്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതിലെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ ഫില്ല് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പോയി അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് ഒരു OTP പോകും, കാരണം അത് പാക്കേജ് ചേഞ്ച് ചെയ്യുന്ന ഒരു ഇതായതിനെ കൊണ്ട് കസ്റ്റമർക്ക് ഒരു OTP നമ്മൾ അടിച്ചു കൊടുക്കണം. OTP കൊടുത്തു നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ DTHൽ വന്നിട്ട് നമ്മൾ എന്ത് ആഡ് DTH കണക്ഷൻ 2 ഓപ്ഷനാണ് വരുന്നത്. ഒന്ന് ആഡ് SSing DTH, നിലവിലുള്ള DTH ആണെങ്കിൽ അത് തന്നെ കൊടുക്കാൻ നോക്കാം. ഈ DTH കൊടുക്കുന്ന സമയത്ത് ആഡ് SSing DTH കൊടുക്കുന്ന സമയത്ത് ആ ID ആക്റ്റീവ് ആണെന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ആക്റ്റീവ് അല്ലാത്ത കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത് റിവേഴ്സ് ഫസ്റ്റ് മുതൽ OTP ഇട്ട് തുടങ്ങേണ്ടി വരും. അപ്പം ഈ ആഡ് DTH കൊടുക്കുന്ന സമയത്ത് കസ്റ്റമർ ID നിലവിലുള്ള ID ആക്റ്റീവ് ആണെന്നുള്ളത് നമ്മളൊന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഒന്നുകിൽ ആഡ് DTH കൊടുക്കാം, അല്ലെങ്കിൽ ആഡ് ന്യൂ DTH കൊടുക്കാം. ഞാൻ ജസ്റ്റ് ആഡ് ന്യൂ DTH കൊടുക്കുകയാണ്. ന്യൂ DTH കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഡണ്ണ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഏത് പിൻകോഡിലാണ് സർവീസ് വേണ്ടതെന്ന് ചോദിക്കണം. അപ്പോൾ ഞാൻ 673-001 എന്ന പിൻകോഡ് കൊടുത്തു. അപ്പോൾ സെലക്ട് പ്ലാൻ വന്നു. അവിടെ ഞാനിത് എക്സ്ട്രീം ബോക്സ് എന്നുള്ളത് കാണിച്ചു. സെലക്ട് പ്ലാൻ കൊടുത്തു. സെലക്ട് പ്ലാൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. മലയാളം കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു. ഇപ്പോൾ നമുക്ക് മലയാളം ഓപ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബ്ലാക്ക് മലയാളം അൾട്ടിമേറ്റ് പ്ലസ് HD എന്നുള്ള പ്ലാൻ കാണിക്കും. അതിൻ്റെ ഡ്രോപ്പ് ഡൗൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, സെലക്ട് പ്ലാൻ കൊടുക്കും. ജസ്റ്റ് നമ്മൾ സെലക്ട് പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കസ്റ്റമർ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കാണിക്കുന്നു. കസ്റ്റമർക്ക് ഒന്നും വേണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത പ്ലാൻ മാത്രം മതിയെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്ലാനിലേക്ക് പോകും. അത് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രൊസീഡ് കൊടുക്കാം. പ്രൊസീഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി ഇമെയിൽ അഡ്രസ്സ് അവിടെ സെലക്ട് ആയി വന്നിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇമെയിൽ ID പേരും ഇമെയിൽ ID അവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ തിരിച്ച് പഴയ സ്ക്രീനിലേക്ക് പോയി ഇൻസ്റ്റലേഷൻ അഡ്രസ്സ് കൊടുക്കണം. ഇവിടെ നമ്മൾ നോക്കുക, പേര് അവിടെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് നെയിം ഇല്ല, ലാസ്റ്റ് നെയിം ഞാൻ ആഡ് ചെയ്തു. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ നോക്കുക. ഇത് തെറ്റിക്കരുത്. നമ്മൾ
കറക്റ്റ് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഞാനിപ്പോൾ ഒരു നമ്പർ കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തോ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ജെൻഡർ എന്താണെന്നുള്ളത് കൊടുക്കാം. മെയിൽ കൊടുത്തു. നമ്പർ അവിടെ ഓൾട്ടർനേറ്റ് നമ്പർ കൊടുക്കാം, ഉണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് നമ്പർ കൊടുക്കാം. അതേപോലെ അഡ്രസ് ലൈൻ കൊടുക്കാം. ഞാൻ ഓഫീസ് അഡ്രസ്സ് തന്നെ കൊടുക്കുകയാണ്. അഡ്രസ് ലൈൻ ടു നടക്കാവ് കൊടുത്തു. സോറി, മലയാളം ഓൺ ആയതുകൊണ്ടാണ്, ഓഫ് ചെയ്യാം. നടക്കാവ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ലാൻഡ്മാർക്ക് നിയർ ഇംഗ്ലീഷ് ചർച്ച് കൊടുത്തു. ഇത്രയും കൊടുത്ത് പിൻകോഡ് ഓൾറെഡി നമ്മൾ വന്നിട്ടുണ്ട്. സിറ്റി വന്നിട്ടുണ്ട്, സ്റ്റേറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൊസീഡ് കൊടുക്കാം. പ്രൊസീഡ് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഇപ്പോൾ ആദ്യത്തെ 4 എണ്ണം നമുക്ക് എന്തായി ഓക്കെ ആയിട്ടുണ്ട്. ഫീസിബിലിറ്റി ഓൾറെഡി ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തതിനെ കൊണ്ട് ഫീസിബിലിറ്റിയും ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ FWA ഇൻസ്റ്റലേഷൻ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അത് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാവും, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസ്ട്രിക്ട് വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കോഴിക്കോട് കൊടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് പ്രൊസീഡ് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം അവിടെ വന്നിട്ടുണ്ട്, കൊടുത്തു. ഇനിയിപ്പോൾ ലാസ്റ്റ് കമേഴ്ഷ്യൽ ടാസ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡിവിജ്വൽ എന്നുള്ള കൊടുത്തേക്കാം. ഈ ഇൻഡിവിജ്വൽ കണക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇൻഡിവിജ്വലിന് കൊടുക്കാം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷനാണ്. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എയർടെലിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളും നമ്മൾ സെലക്ട് ചെയ്ത സാധനങ്ങളൊക്കെ വരും. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓർഡർ ആകുന്ന സമയത്ത് ഓർഡർ നൗ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഓർഡർ ജനറേറ്റ് ആവും. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക, അതേപോലെ നമ്മൾ വെരിഫിക്കേഷൻ, ഇത്രയും സാധനമാണ്. അത് ഞാൻ വേറൊരു വീഡിയോ റെക്കോർഡ് ചെയ്തത് ഇതിൽ ആഡ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. പ്രൊസീഡിലേക്ക് ഒന്നുകൂടി കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു വിൻഡോയിലേക്ക് പോകും. ഈ വിൻഡോയിൽ നമ്മൾ എടുത്ത് പറയുന്നത് എന്താണ്, ഓർഡർ നൗ എന്നുള്ള ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് DTHൻ്റെ ഇൻസ്റ്റലേഷൻ സ്ലോട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനിടയ്ക്ക് നമ്മൾ സെയിൽസ് ഓഫീസർ ഒരു ഇത് കൊടുക്കണം, എന്താ പറയുക, എല്ലാ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കറക്റ്റാണ് നമ്മൾ ടിക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് പ്രൊസീഡ് കൊടുക്കണം. അതിനുശേഷം നമുക്ക് DTHൻ്റെ ടൈം സ്ലോട്ടും കൂടെ ടൈം സ്ലോട്ടും കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം DTHൻ്റെ ടൈം സ്ലോട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് 2 കാര്യം ചെയ്യേണ്ടതെന്ന്, ഡേറ്റ് സെലക്ട് ചെയ്യണം. ഡേറ്റ് നമ്മൾ അടുപ്പിച്ചുള്ള 2 ഡേറ്റ് സെലക്ട് ചെയ്യുക. സിംഗിൾ ഡേറ്റ് സെലക്ട് ആയി കഴിഞ്ഞാൽ മുകളിൽ സേവ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് സ്ലോട്ട് എടുക്കണം. അപ്പം അപ്പോയിൻമെൻറ്റ് സ്ലോട്ട് അവൈലബിൾ അല്ലെങ്കിൽ ബുക്ക് എനിവേ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. ഇതോടെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കഴിയാണ്. ഇതിന് ശേഷം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ബ്ലാങ്ക് സ്ക്രീനിലേക്കാണ് പോണത്. ബ്ലാക്ക് സ്ക്രീനാണ് മൊത്തം. കാരണം ഇത് അടുത്തത് കസ്റ്റമർക്ക് പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് ലിങ്ക് വെച്ചാൽ 2 ഓപ്ഷൻസ് ആണ് കസ്റ്റമർക്ക് വരുന്നത്. ഒന്നുകിൽ QR ജനറേറ്റ് ചെയ്ത് കസ്റ്റമർ കൊണ്ട് അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്യാം. അത് കസ്റ്റമർ മെയിൽ ID പോകും. കസ്റ്റമർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. വൺസ് പേയ്മെൻറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമറെ പ്രൂഫ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് കസ്റ്റമർക്ക് ഒരു OTP പോകും. ഈ OTP വാങ്ങിയിട്ട് നമ്മൾ വെരിഫിക്കേഷൻ ചെയ്തതിനു ശേഷം കസ്റ്റമറെ പ്രൂഫിൻ്റെ ഫ്രണ്ടും ബാക്കും 2 സൈഡും നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം. ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളെ സെയിൽസ് ഓഫീസർ അവരെ ലൈവ് ഫോട്ടോ എടുക്കണം. ഈ ലൈവ് ഫോട്ടോ മാച്ച് ആയിരിക്കണം. നമ്മൾ CAF ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതേ ഫോട്ടോ ആയിരിക്കണം ലൈവ് ഫോട്ടോ വരുന്നത്. അത് മാച്ചായി കഴിഞ്ഞാൽ പിന്നെ അവരെ ഫോണിലേക്ക് സെയിൽസ് ഓഫീസറെ ഫോണിലേക്ക് ഒരു OTP പോകും. ഈ OTP വെരിഫിക്കേഷൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ജേർണി സക്സസ് ആയി, കസ്റ്റമർ ഓർഡർ കംപ്ലീറ്റ് ആയി. അതിന് പിന്നെ അതിൻ്റെ ഇൻസ്റ്റലേഷൻ ഫ്ലോ DTHലേക്കും എയർ ഫൈബറിൻ്റെ ടീമിനും പോകും. അതത് ആൾക്കാർ വന്നിട്ട് ഫിറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുക, ആക്ടിവേറ്റിൽ ഓർഡർ ജനറേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സ്. ഇത് ഒരുപാട് ഇൻപുട്ട് നിങ്ങൾക്ക് ഇനിയും ഉണ്ടാവും, ഫീൽഡിൽ നിന്ന് കിട്ടും. നമ്മൾ 1-2 കുറച്ച് ഓർഡർ എടുത്തിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്ത ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പം എല്ലാവർക്കും നന്ദി, താങ്ക് യു.